നമസ്കാരം. നിങ്ങൾ ഏത് നക്ഷത്രജാതരാണെങ്കിലും ഏത് ദോഷമുള്ളവരാണെങ്കിലും ഇത് ചെയ്യുക വഴി ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാവുന്നതാണ്. പൊതുവെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന തെറ്റിദ്ധാരണയാണ് നക്ഷത്രങ്ങളുടെ ദോഷങ്ങൾ. ഈ തെറ്റിദ്ധാരണയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം ദോഷം ഉണ്ടെന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ പോലും ആ ദോഷം നിൽക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജന്മനക്ഷത്രം തികച്ചും ദോഷകരമാണെന്ന് പറയുവാൻ സാധിക്കില്ലെന്ന് സാരം. ഈ ദോഷം സ്ഥായിയായ ഒരു അവസ്ഥയല്ലെന്നും പറയാവുന്നതാണ്. എന്താണ് നക്ഷത്രക്കാൽ അഥവാ പാദം? കാൽദോഷം, പാദദോഷം എന്നൊക്കെ പറയും. ഒരു നക്ഷത്രം എന്നത് 60 നാഴികയാണ്. അതായത് 60 ഗുണം 24 1440 ഹരണം 60 24 മണിക്കൂർ. സാധാരണഗതിയിൽ രാവിലെ 6:10 ശേഷം 24 മണിക്കൂർ ആ നക്ഷത്രമുണ്ടാകും. എന്നാൽ 60 നാഴികയെ 15 നാഴിക വീതമുള്ള 4 കാലുകളായി, അതായത് പാദങ്ങളായി, 30 നാഴിക വീതമുള്ള അരകളായും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 15 നാഴിക ഉൾക്കൊള്ളുന്ന ഒരു കാൽഭാഗം നക്ഷത്രത്തെയാണ് നക്ഷത്രക്കാലെന്ന് പറയുന്നത്. അതിനെ ഒരു നക്ഷത്രപാദമെന്നും പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നക്ഷത്രക്കാലും നക്ഷത്രപാദവും ഒന്നു തന്നെയാണ്. 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങളുടെ ചില പ്രത്യേക പാദങ്ങളിൽ ജനിച്ചാൽ ചില അനിഷ്ട സംഭവങ്ങൾക്കിടയാകുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. ഇനി ദോഷങ്ങളായിട്ടുള്ള ചില നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. പൂയം, അത്തം, പൂരാടം എന്നീ 3 നക്ഷത്രങ്ങളുടെ 4 കാലുകളും ദോഷപ്രദങ്ങളാണെന്നാണ് പറയുന്നത്. ഇവയെ കാലുള്ള നക്ഷത്രമെന്നും കൂറുള്ള നക്ഷത്രമെന്നും ദേശഭേദമനുസരിച്ച് പറയാറുണ്ട്. പൂയ നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ ജാതകന് തന്നെയും തൻകാല് എന്ന് പറയും. 2-ാം പാദത്തിൽ ജനിച്ചാൽ മാതാവിന് അമ്മക്കാല്. 3-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛൻകാല്. 4-ാം പാദത്തിൽ ജനിച്ചാലോ അമ്മാവൻ കാല് ദോഷം സംഭവിക്കുമെന്നാണ്. ഇങ്ങനെയുള്ള ദോഷങ്ങൾ സംഭവിക്കണമെങ്കിൽ പൂയം നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ. ശ്രദ്ധിച്ച് കേട്ടോളൂ, വിഷമിക്കേണ്ട കാര്യമില്ല. ജനനലഗ്നം കർക്കിടകവും തിഥി പ്രതിപദവും ജനനം ബുധനാഴ്ചയുമായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. ഇങ്ങനെ ഒത്തുവന്നാൽ മാത്രമേ കൂറുദോഷം പൂയം നക്ഷത്രത്തിൽ സംഭവിക്കുകയുള്ളൂ. പൂയം നക്ഷത്ര ജാതരിൽ കൂറുണ്ട്, കാലുണ്ട്, ദോഷകരമായ നക്ഷത്രമാണ് എന്ന് പറഞ്ഞ് വിചാരിച്ച് വിഷമിച്ച് നടക്കുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ പൂയം നക്ഷത്രം ദോഷമാവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം വിഷമിക്കാൻ ഒട്ടുമില്ല എന്ന് സാരം. ഇനി പൂരാടം നക്ഷത്രം നോക്കാം. പൂരാടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും, 2-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും, 3-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും, 4-ാം പാദത്തിൽ ജനിച്ചാൽ ജാതകന് തന്നെയും ദോഷത്തെ പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ദോഷങ്ങൾ സംഭവ്യമാവണമെങ്കിൽ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ. ജനനലഗ്നം ധനു, ജനനം ശനിയാഴ്ചയായിരിക്കണം. തിഥി ചതുർത്ഥിയോ നവമിയോ ചതുർദശിയോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. ഇങ്ങനെ ഇതെല്ലാം ഒത്തുവന്നാൽ മാത്രമേ പൂരാടം നക്ഷത്രത്തിൽ കൂറുദോഷം സംഭവിക്കുകയുള്ളൂ. ഇനി അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, 2-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും, 3-ാം പാദത്തിൽ ജനിച്ചാൽ തനിക്ക് തന്നെയും
ഇനി 4-ാം പാദത്തിൽ ജനിച്ചാലോ അമ്മയ്ക്കും ദോഷത്തെ പ്രദാനം ചെയ്യുമെന്നാണ്. ഇവിടെയും അത്തം നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ. ലഗ്നം കന്നിയും തിഥി സപ്തതിയും ജനനം ചൊവ്വാഴ്ചയുമായിരിക്കണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും യോജിച്ചു വന്നാൽ മാത്രമേ അത്തം നക്ഷത്രത്തിൽ കൂറുദോഷം സംഭവിക്കൂ. ഇനി കൂറുദോഷങ്ങൾക്കും പരിഹാരമുണ്ട്. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഏത് കാലിൽ ജനിച്ചാലും എല്ലാ ജാതകർക്കും ദോഷം അനുഭവപ്പെടുകയില്ല. കാരണം ജാതകൻ്റെ ഗ്രഹനിലയിൽ ചന്ദ്രൻ ബലവാനായി ലഗ്നാൽ ഇഷ്ടസ്ഥാനത്ത് വരികയോ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികളോടുകൂടി നിന്നാൽ മേൽപ്പറഞ്ഞ നക്ഷത്രദോഷം, അതായത് നക്ഷത്രക്കാൽ സംഭവിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടേ തങ്ങളുടെ നക്ഷത്രത്തിൽ ദോഷമുണ്ട്, പാദദോഷമുണ്ട്, കാൽദോഷമുണ്ട് എന്ന് പറയാവൂ. വിഷമിക്കാനില്ല. നക്ഷത്രദോഷം അഥവാ പാദദോഷം സംഭവിക്കുന്ന കാലയളവ് നക്ഷത്രതിഥിയും ദിവസവും ഒത്തുവന്ന് ജാതകൻ ജനിച്ചാൽ പോയ നക്ഷത്രത്തിൻ്റെ ദോഷം ജാതകൻ്റെ ജനനം മുതൽ 3 മാസത്തിനകവും, പൂരാട നക്ഷത്രത്തിൻ്റെ ദോഷം ജനനം മുതൽ 8 മാസത്തിനകവും, ഇനി അത്തം നക്ഷത്രത്തിൻ്റെ ദോഷം ജനനം മുതൽ 12 വർഷത്തിനകവും സംഭവിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഒരു ജാതകൻ ജനിക്കുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ കാലയളവിൽ തന്നെ ദോഷം സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം നക്ഷത്ര ദോഷങ്ങൾക്കെല്ലാം പരിഹാരവുമുണ്ട്. നല്ല ജ്ഞാനവും ഈശ്വരാനുഗ്രഹവുമുള്ള ഒരു ജ്യോതിഷിക്ക് യഥാവിധി ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. ദോഷനിവാരണങ്ങൾ വളരെ കൃത്യമായി ഈശ്വര പ്രാർത്ഥനയോടും ഗൗരവത്തോടെയും ആത്മാർപ്പണത്തോടും കൂടി ചെയ്യുക വഴി നിങ്ങളുടെ നക്ഷത്ര ദോഷങ്ങളെ അകറ്റി നിർത്തുവാൻ സാധിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.